വി മുരളീധരന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ദേശീയപാത വികസനം സംബന്ധിച്ച് വി മുരളീധരൻ നടത്തുന്നത് കുപ്രചാരണം. ഇത് കേരളത്തിന് അപമാനമാണെന്നും കേരള ജനതയോട് വി മുരളീധരൻ മാപ്പ് പറയണമെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വി മുരളീധരൻ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം എന്ന് പറഞ്ഞാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാര്യങ്ങൾ വിശദമാക്കിയത്. അരിക്കൊമ്പൻ റോഡ് പൂർത്തീകരിച്ചത് കേരളത്തിന്റെ പൊതുമരാമത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ്. ബിജെപി സോഷ്യൽ മീഡിയ സെൽ പറയുന്ന കാര്യങ്ങൾ അതേപടി പറയുകയല്ല കേന്ദ്രമന്ത്രി ചെയ്യേണ്ടത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഭാഗമായി ചില ബിജെപിയുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് വീശാൻ പാടില്ല. കേന്ദ്രമന്ത്രിയാണ്. അരിക്കൊമ്പൻ റോഡെന്ന് വിശേഷിപ്പിച്ച ഈ റോഡ് മനോഹരമായി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ്. ഇക്കോ ലോഡ്ജുമായി ബന്ധപ്പെട്ട് 2,43,00,000 രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. നടത്തിപ്പ് ചെലവ് ടൂറിസം വകുപ്പും നൽകി. അവിടെയും വി മുരളീധരൻ കുപ്രചാരണം നടത്തുന്നു. അസംബന്ധ പ്രചാരണത്തിന് കേരളത്തിലെ ജനങ്ങളോട് വി മുരളീധരൻ മാപ്പ് പറയണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം, അസംബന്ധ പ്രചരണത്തിന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും. കേരളത്തിലെ ജനങ്ങളോടും പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും മാപ്പ് പറയണം. അദ്ദേഹത്തിന് ഈ വിവരം നൽകിയ ബിജെപിയുടെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് ശകാരിക്കാൻ അദ്ദേഹം തയ്യാറാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന്റെ 25% ചെലവഴിച്ചത് കേരളമാണ്. 56,000 കോടിയിലധികം രൂപ ചെലവിട്ടു എന്നതും കേന്ദ്രം തന്നെ വ്യക്തമാക്കി. എന്നിട്ടും ചില രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കേരളത്തെ അപമാനിക്കുകയാണ് വി മുരളീധരൻ ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് നടന്ന ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് വി മുരളീധരൻ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രമോഷനാണെന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെയുള്ള മറുപടി കൂടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.